നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇതാ ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പി എസ് സിയും ഒസ്മാൻ ഡെംബലയും അവരുടെ സ്വപ്ന സമാനമായ കുതിപ്പ് തുടരുകയാണ്. പക്ഷേ ഈ വിജയത്തിൽ അവർ എടുത്തു പറയേണ്ടത് ജിയാൻ ലൂക്കി ഡൊണാരുമയുടെ കാര്യമാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി മാച്ച് വിന്നിംഗ് സേവുകൾ നടത്തുന്നു. ക്ലീൻ ഷീറ്റുമായിട്ട് ഇതാ പാക്ഡസ് പ്രിൻസസിലേക്ക് മടങ്ങുന്നു. ഇനി രണ്ടാം പാദം അങ്ങ് പാക്ഡസ് പ്രിൻസസിൽ. ആഴ്സണലിനെതിരെ 1-0 വിജയം. 4ാമത്തെ മിനിറ്റിൽ ഒസ്മാൻ ഡെംബലയാണ് പി എസ് സിയുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. കളിയിൽ പി എസ് സിക്ക് വേണ്ടി മുന്നേറ്റ നിരയിൽ കിച്ച കരസ്കേലിയ, ഒസ്മാൻ ഡെംബലെ, ഡിസേഡോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്താവട്ടെ ട്രൊസാർഡും സാക്കയും മാർട്ടിനെല്ലിയും ചേർന്നുകൊണ്ട് ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ തുടക്കത്തിൽ തന്നെ പി എസ് സി ലീഡെടുക്കുന്ന കാഴ്ച. കിച്ചയുടെ അസിസ്റ്റിൽ നിന്ന് ഒസ്മാൻ ഡെംബലയുടെ ഗോൾ പിറക്കുന്നു. 4ാമത്തെ മിനിറ്റിൽ പി എസ് സി മുന്നിൽ. പിന്നീട് ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ. 2 ഗോൾ കീപ്പർമാർക്കും നല്ല പണിയുണ്ടായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് പി എസ് സി മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലും കാര്യങ്ങൾ മാറ്റമില്ലാതെ തുടർന്നു. ഇരുഭാഗത്തേക്കും ആക്രമണങ്ങൾ, പക്ഷേ ഗോളുകൾ മാത്രം വന്നില്ല. അങ്ങനെ 1-0 വിജയവുമായിട്ട് ഒസ്മാൻ ഡെംബലയും പി എസ് സിയും ഇതാ പാക്ഡസ് പ്രിൻസസിലേക്ക് മടങ്ങുന്നു. രണ്ടാം പാദ മത്സരത്തിലാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. രണ്ടാം പാദ മത്സരം മെയ് 8 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അങ്ങ് പാരീസിലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.